ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഓംലെറ്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ക്യാരറ്റ് ചെറുതായിട്ട് നേരിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ഗാർലിക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കോഴിമുട്ട ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതും ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ തൈം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാനിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു വശം ഏകദേശം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം വൈറ്റ് പേപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.